ഹായ് ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു തമിഴ് സോങ്ങുമായിട്ടാണ് കേട്ടോ. ആ സോങ് പാടിക്കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്ന് അതും കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നാനൊരു സിണ്ട് കാവടി ചിണ്ട്, நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை. தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் இதுவும் இல்லை, அதை சொல்ல தெரியவில்லை. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை. இல்லாத உறவுக்கு என்னென்ன பேரோ, நாடோடி பாட்டுக்கு தாய் தந்தை யாரோ. இல்லாத உறவுக்கு என்னென்ன பேரோ, நாடோடி பாட்டுக்கு தாய் தந்தை யாரோ. விதியோடு நாடோடும் விளையாட்டு பாரு, விளையாடும் காட்டுக்கு விட போட்டு வாரு. பாட்டு படிச்சா சங்கதி உண்டு, ஏன் பாட்டுக்குள்ளேயும் சங்கதி உண்டு, கண்டுபிடி. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை. தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை. பெண் கன்று பசி தேடி பார்க்கின்ற வேளை, அம்மானு சொல்லவும் அதிகாரம் இல்லை. பெண் கன்று பசி தேடி பார்க்கின்ற வேளை, அம்மானு சொல்லவும் அதிகாரம் இல்லை. என் விதி அப்போது தெரிஞ்சிருந்தாலே, கர்ப்பத்தில் நானே கரைஞ்சிருப்பேனே. தலையெழுத்தென்ன, ஏன் முதலெழுத்தென்ன, தலையெழுத்தென்ன முதலெழுத்தென்ன சொல்லுங்களே. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, உள்ள சோகம் தெரியவில்லை. தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்லை, அதை சொல்ல தெரியவில்லை. நானொரு சிந்து காவடி சிந்து, ராகம் புரியவில்லை, ഉള്ള സോഹം തെരിയവില്ല. ഇതാണ് പാട്ട്. ഈ പാട്ടിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്താന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പാട്ടിലെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ പറയുന്നത്, അമ്മ അച്ഛനും ഉണ്ടായിട്ടും അമ്മാന്ന് വിളിക്കാനുള്ള അവകാശമില്ല, അച്ഛാന്ന് വിളിക്കാനുള്ള അവകാശമില്ല. എന്നാൽ അവരുണ്ട്, ജീവനോടുകൂടി തന്നെ ഉണ്ട്. ചിലപ്പോ കൈയെത്തും ദൂരത്തുണ്ടാവും, പക്ഷെ അവര് അച്ഛ അമ്മ എന്ന് വിളിക്കാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് ലൈനിൽ പറയുന്നത്, എന്റെ വിധി, ഇപ്പൊ ഞാനാണെന്ന് വെക്കാം, എന്റെ വിധി ഞാൻ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ, അമ്മയുടെ വയറ്റിൽ ഉണ്ടായിരുന്ന സമയത്തെ അറിഞ്ഞിരുന്നെങ്കിൽ, അവിടെ വെച്ച് തന്നെ ഞാൻ അത് അലസിപ്പോയേനെന്നാണ്. ഗർഭത്തിലെ ഞാൻ കരഞ്ചിരിപ്പേനെ എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ വെച്ച് തന്നെ അലസിപ്പോയേനെന്ന്. അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, അത് നമുക്ക് പറ്റില്ലല്ലോ. അതാണ് ആ പാട്ടിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അതങ്ങനെ ആ ഒരു വരി എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് അല്ലേ? അത് പറയുന്നതിന് മുമ്പ് നമുക്ക് പറയാം, ഒരു
കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞ് വളർന്ന് അവരെ ചെറുപ്പം തുടങ്ങി അവരെ പഠിപ്പിച്ച് നമ്മളെ അച്ഛനും അമ്മയും അവർക്ക് കൊടുക്കേണ്ട വാത്സല്യവും സ്നേഹവും പരിഗണനയും എല്ലാം കൊടുത്ത് അവരെ വളർത്തിയെടുത്ത് പഠിപ്പിച്ച് ജോലി നേടിക്കൊടുത്ത് അവരെത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നത് വരെ ആ അച്ഛന്റെ അമ്മയുടെയും ഉത്തരവാദിത്തമാണ്, അല്ലെ? അപ്പോ ഇതൊന്നുമില്ലാതെ, ഈ അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞ് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭയങ്കര സങ്കടമാണ്. അതിപ്പോ നമ്മുടെ മലയാള ഒരു മൂവി ഉണ്ടല്ലോ, ജയറാമിന്റെ ഉത്തമൻ എന്ന് പറയുന്ന ഒരു സിനിമയില് ജയറാം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. കവിയൂർപ്പനമ്മോട് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അച്ഛനും അമ്മയില്ലാത്ത ഒരു കുട്ടിക്കാലം ഒരു മക്കൾക്ക് ഉണ്ടാവരുത് അമ്മയെന്ന്. അത് പറയുമ്പോ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. കാര്യം അതൊരു ഫിലിമാണ്. പക്ഷെ അതില് ആ ആക്ടിങ്, ആ പറഞ്ഞിരിക്കുന്ന ഡയലോഗ്, അത് നമ്മൾ ശരിക്കും പറഞ്ഞ കത്തിക്ക് നമ്മുടെ നെഞ്ചി കുത്തിയാൽ നമുക്ക് വേദനിക്കില്ല. അത്രയ്ക്കും ആറ്റിക്കുറുക്കിയെടുത്ത ഒരു ഡയലോഗാണ് അത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ പടമൊക്കെ കാണുന്നിരുന്ന് കരയും. എങ്ങനെയായാലും നമ്മൾ പിടിച്ചു നിന്നാലും കണ്ണീന്ന് വെള്ളം വരും, കൈ വിട്ടു പോകും. കാരണം അത്രയ്ക്ക് സെന്റിമെന്റ്സ് ഉള്ളൊരു ഭാഗമാണത്. അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, TV തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണ്. ഒന്ന് ചിലപ്പോ വിഷം കൊടുത്ത് കൊല്ലുക, ചിലപ്പോ ശ്വാസം മുട്ടിച്ച് കൊല്ലുക, ചിലപ്പോ കിണറ്റിലെറിയുക, ചിലപ്പോ കടലിൽ വലിച്ചെറിയുക, കല്ലും അടിച്ചു കൊല്ലുക. ഇതെന്താ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ വല്ലതാണോ? നമ്മള് ജന്മം നൽകിയ നമ്മുടെ കുഞ്ഞ്, അല്ലെ? എങ്ങനെ മനസ്സ് വരുന്നേ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. എങ്ങനെ മനസ്സ് വരുന്നത് ഒരു കുഞ്ഞിനെയൊക്കെ കൊല്ലാനായിട്ട്? അപ്പൊ ഇത് കണ്ട് 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 കേട്ട് 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 മടുത്തു. അപ്പൊ എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ആരെങ്കിലും അറിയിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റില്ല. കാരണം നമുക്കിപ്പോ ഒരു മൈക്കും കൈ പിടിച്ച് റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് പ്രസംഗിക്കാൻ പറ്റില്ല. അവര് വിചാരിക്കും വട്ടാണെന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രതിഷേധം അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആ മക്കളെ വേണ്ടെങ്കിൽ ഒരുപാട് അനാഥാലയങ്ങളുണ്ട് ഇപ്പൊ നാട്ടില്. നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. അല്ലെങ്കിൽ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. അവര് ദത്തെടുക്കാൻ തയ്യാറാണ്. അവർക്ക് കൊടുത്തൂടെ നിങ്ങൾക്ക്? എന്തിനിങ്ങനെ കൊന്നു കളയണ? എങ്ങനെ മനസ്സ് വരുന്നേ? അതൊക്കെ ഓർക്കുമ്പോ സങ്കടം വരിക. അപ്പൊ അതുകൊണ്ട് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്തത്, എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ. പിന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട്. അതും നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നു വരുന്ന ഒരു സംഭവം. അച്ഛനമ്മമാരെ ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ കൊണ്ടുപോയി നടതല്ലുക മക്കള്. ജീവിത അവസാനം വരെ അവര് നിങ്ങൾ മക്കളായിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കുന്ന ആ സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ട്, ചിലപ്പോൾ പാടത്തും പറമ്പിലും കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് തൊരുക്കൂട്ടി നിങ്ങളെ പഠിപ്പിച്ച് ജോലി നേടിത്തന്ന് വിവാഹം കഴിപ്പിച്ചയച്ച് ഉള്ള സ്വത്തും മുതലൊക്കെ നിങ്ങളുടെ പേരിൽ എഴുതി വെച്ച് തന്നിട്ട് അതൊക്കെ കൈ കിട്ടിക്കഴിയുമ്പോ ഈ കാരണന്മാര് നിങ്ങൾക്ക് ഒരു ബാധ്യതയാവാണ്. എന്നിട്ട് എന്താ കാണിക്കുന്നത്? വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഓൾഡ് ഏജ് ഹോമിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. നിങ്ങളൊന്നും ഓർക്കുക, എല്ലാവരോടും കൂടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം നല്ലോണം മക്കളെ നോക്കുന്ന കാരണന്മാരും ഉണ്ട്, കാരണന്മാരെ നല്ലവണ്ണം നോക്കുന്ന മക്കളും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടല്ല, ഇതൊന്നും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്നും ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ കാരണന്മാരോട് എങ്ങനെയാണോ നിങ്ങൾ കാണിക്കുന്നത് അത് തന്നെ നിങ്ങളുടെ മക്കളും നിങ്ങളോട് നാളെ കാണിക്കും. ഈ കാലചക്രം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് നേരെ തിരിഞ്ഞു വരും ഒരു കാലത്തില്. ഇപ്പൊ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അച്ഛനും അമ്മയും ഭയങ്കര ഒരു ബാധ്യതയാ. പിന്നെ ചില വീട്ടുകളിൽ നടക്കുന്ന സംഭവം, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് നടന്ന സംഭവം. ഒരു 5-6 മക്കളെങ്ങാണ്ട് ഉണ്ട് അവര്. അപ്പൊ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വീതം വെക്കലാണ് അച്ഛനും അമ്മേനെ. ഇപ്പൊ ഈ ഞായറാഴ്ച വലിയ ചേട്ടന്റെ വീട്ടിലാണ് അമ്മ എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അനിയന്റെ അടുത്ത് അച്ഛൻ.
അടുത്ത ശനിയാഴ്ച അപ്പുറത്ത് വേറെ ചേട്ടന്റെ വീട്ടില്, അടുത്ത ശനിയാഴ്ച അപ്പുറത്ത് അമ്മ വേറെ വീട്ടില്. ഇങ്ങനെ വീതം വെക്കലാണ്, ലേലം വിളിക്കല അച്ഛനെ അമ്മേനെ. പണ്ട് കാലത്ത് ഒരു അമ്മയ്ക്ക് ഒരു അച്ഛനും അമ്മയ്ക്കും 14 മക്കള്, 12 മക്കള്, 8 മക്കള്, 9 മക്കള്, 7 മക്കള്, 5 മക്കള്, 2 മക്കള്, ഇത്രയൊക്കെ പ്രസവിച്ച അമ്മമാരുണ്ട്. അവരച്ഛനും അമ്മയൊന്നും മക്കളെ ലേലം വെച്ചിട്ടില്ല, വീതം വെച്ചിട്ടുമില്ല. എത്ര മക്കളുണ്ടെങ്കിലും ഒരെണ്ണത്തിന് 2 ദിവസം ഞങ്ങളുടെ അടുത്ത് വിടുവോ, ഒന്ന് കൊണ്ടുവന്ന് നിർത്താൻ എന്ന് പറഞ്ഞ ആ അമ്മ കൊടുക്കില്ല, അച്ഛനും സമ്മതിക്കില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പട്ടിണിയാണെങ്കിലും എന്റെ മക്കള് ഞങ്ങളുടെ അടുത്ത് നിന്നാ മതി എന്ന് പറയുള്ളൂ. ഞാൻ അങ്ങനെ കേട്ടേക്കണം. ഒരു മക്കളും അച്ഛനമ്മമാരെ ലേലം വെക്കില്ല. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അതാണ് നടന്നു വരുന്നത്. കാരണം അമ്മേനെ നിർത്തി കഴിഞ്ഞാൽ കുറെ ഉപകാരങ്ങളുണ്ട്. വീട്ടിലെ പണികൾ നടക്കും, പേരക്കുട്ടികളെ നോക്കാം, എല്ലാ കാര്യങ്ങളും നടത്തും. അച്ഛനെ കൊണ്ടുപോയിട്ട് യാതൊരു ഉപകാരവും ഇല്ല. അപ്പൊ അച്ഛനെ ആർക്കും വേണ്ട, അമ്മേനെ മതി. അങ്ങനെയുള്ള വീടുകളും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. അപ്പൊ അത് വരുത്താതിരിക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മളാണ് മാതൃകയാവേണ്ടത്. ചില വീട്ടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മക്കള് പരീക്ഷയിൽ കുറച്ച് മാർക്ക് കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ വീട്ടിലുള്ള കൊച്ചു ചിലപ്പോൾ മാർക്ക് 1-2 മാർക്ക് കുറയും. അപ്പൊ ആ അമ്മ പറയും, നീ അവനെ കണ്ടുപിടിക്കും, അവൻ കണ്ട എല്ലാത്തിലും A+ മേടിച്ചു, നിനക്ക് എന്തേ കിട്ടാത്ത? എന്തുകൊണ്ടാ കിട്ടാത്ത? നിങ്ങളത് അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളത് അന്വേഷിക്കണം. ആ കുട്ടി എന്തുകൊണ്ട് തോറ്റു, എന്തുകൊണ്ട് ആ 2 മാർക്ക് അവനവിടെ കുറഞ്ഞു എന്നുള്ളത്. ആ കുട്ടിയുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. മനസ്സിലായോ? അതുപോലെ തന്നെ മറ്റുള്ള കുട്ടീനെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല നിങ്ങൾ മാതൃക കാണിക്കേണ്ടത്. നിങ്ങളെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് മാതൃക കാണിക്കണം. അല്ലാണ്ട് ആ കുട്ടീനെ കണ്ടുപിടിക്കുന്ന ഒരിക്കലും പറയരുത്. ആ കുട്ടി ചിലപ്പോൾ മാർക്ക് കൂടുതൽ മേടിച്ചിട്ടുണ്ടാവും, പക്ഷെ വേറെ ചില ദുർസ്വഭാവങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ മക്കൾ അതും കൂടി പഠിച്ചു വെക്കും. അപ്പൊ ഒരിക്കലും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് അത് കണ്ടു പഠിക്കാൻ നിങ്ങൾ ഒരിക്കലും പറയരുത്. നമ്മുടെ മക്കള് പഠിക്കേണ്ടത് നമ്മളെ കണ്ടുകൊണ്ടായിരിക്കണം. നമ്മുടെ സ്വഭാവം, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സമൂഹത്തിലും കാരണന്മാരോടും എങ്ങനെ പെരുമാറുന്നോ അത് കണ്ടിട്ടാവണം നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ പഠിപ്പിക്കരുത് മക്കളെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഈ പറഞ്ഞത് എല്ലാവരോടും അടച്ചല്ല ഞാൻ പറഞ്ഞത്. അച്ഛനും അമ്മേനെ നോക്കാത്ത മക്കളോടും അതുപോലെ മക്കളെ നോക്കാത്ത അച്ഛനമ്മമാരും ഉണ്ട്. അവർക്ക് മാത്രമുള്ള വീഡിയോ ആണ്. ചില വീട്ടുകളിൽ അമ്മേനെ അച്ഛനെ പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ട്. നേരെ തിരിച്ചും മക്കളെ പൊന്നുപോലെ നോക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അവർക്കൊക്കെ എൻ്റെ ഏറ്റവും എന്താ പറയാ, ഏറ്റവും ഒരുപാട് നന്ദിയുണ്ട്. മക്കൾക്കാണെങ്കിലും അച്ഛനമ്മമാർക്കാണെങ്കിലും. ഇതൊന്നുമില്ലാത്ത ആൾക്കാരോടാണ് എനിക്ക് ഈ പറയാനുള്ളത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറ്റപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ മക്കള് അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്താതിരിക്കുക. അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ജീവിച്ചേക്കണ. അവരെ കൊണ്ടൊന്ന് പുറന്തള്ളാതിരിക്കുക. മരിക്കണ വരെ നിങ്ങളുടെ അടുത്ത് കിടന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നിങ്ങളുടെ മടി കിടന്ന് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അത് നിങ്ങൾ നേടിക്കൊടുക്കുക. വലിയ വില കൂടിയ പട്ടീനെയും പൂച്ചേനെയൊക്കെ മേടിച്ച് വീട്ടിലിട്ട് വളർത്തി അതിന് നല്ല ഫുഡും മേടിച്ചു കൊടുത്ത് നേരത്തിന് മരുന്നും കൊടുത്ത് ഇഞ്ചക്ഷനും എടുത്ത് ഇതൊക്കെ മേടിച്ചു കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ നമുക്ക് അത് വലിയ യോഗ്യതയായിരിക്കും ആൾക്കാരുടെ മുമ്പിൽ പത്രാസ് കാണിക്കാൻ. പക്ഷെ നിങ്ങൾ കണക്ക് പറയേണ്ട ഒരു സമയം വരും, അത് ഓർക്കുക. വേറെ ഒന്നും കൊടുക്കണ്ട അച്ഛനും അമ്മയ്ക്കും. നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 5 മിനിറ്റ് അവരുടെ അടുത്ത് ഇരുന്ന് സന്തോഷത്തോടു കൂടി 2 വാക്ക്, അച്ഛന് എന്താ വേണ്ട അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ വേണ്ട, കുഴമ്പ് വേണോ, എണ്ണ വേണോ, എവിടെയെങ്കിലും പോകണോ, ഏതെങ്കിലും ഒരു ഞായറാഴ്ച അവരെവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകുമോ, പറ്റുമെങ്കിൽ. ഇതൊന്നുമില്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല. അവര് സന്തോഷത്തോടു കൂടി ഒന്ന് ചിരിച്ചാൽ മതി അവർക്ക്, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മക്കളെ കുറ്റപ്പെടുത്തുമ്പോഴും കാരണന്മാരെ ഒന്ന് ആലോചിക്കുക. നിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ ചെയ്യുന്നത്.
അപ്പോ നിങ്ങളാണ് നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാവേണ്ടത്. മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് ഒരിക്കലും മക്കളെ അത് കണ്ടുപഠിക്കുന്നു ഒരിക്കലും ഒരു കാരണന്മാരും പറയരുത്. എനിക്കത്രേ പറയാനുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ആരും തെറി അനാവശ്യം പറഞ്ഞ് കമന്റ് ഇടരുത്. ഇനി പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. നന്ദി, നമസ്കാരം.